حدثنا هشام بن عروة عن أبيه قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു إن الشيطان أوسان تأثر إن شاء الله إن الشيطان يأتي أحدكم فيقول من خلق السماء തീർച്ചയായിട്ടും പിശാച് നിങ്ങൾ ഓരോരുത്തേക്ക് വരും എന്നൊരു ചോദിക്കും, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? ഫയഖൂലു അല്ലാഹ്, അവൻ പറയും അല്ലാഹു ആണ്. ഫയഖൂലു വമൻ ഖലഖൽ അർദ്, ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കും, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? അവൻ പറയും അല്ലാഹു ആണെന്ന് പറയും. ഫയഖൂലു മൻ ഖലഖല്ലാഹ്, പിന്നെ ചോദിക്കുക എന്താ, ആരാണ് അല്ലാഹനെ സൃഷ്ടിച്ചത്? ഫഇദാ അഹസ്സ അഹദുകും മിൻ ദാലിക ബിശൈഇൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഫൽയഖുൽ, അവൻ പറയട്ടെ ആമൻതു ബില്ലാഹി വബിറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചിന്തയാണ്. ഇവിടെ പറയാനുള്ള കാരണം എന്താ? തഫക്കൂറിന് ഒരു പരിധിയുണ്ട്, ഉറ്റാലോചിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ശൈത്താൻ എപ്പോഴും മനുഷ്യന്മാരെ കളിക്കപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തർ എവിടെയാണോ കഴിവ് അതിലായിരിക്കും. മുൻകാലക്കാരായ ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെ ആളുകൾ അതിയായ ചിന്തകന്മാരാണ്, ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല, ബുദ്ധി കൂടിയ ആൾക്കാരാണ്. അവരുടെ ചിന്ത ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വിട്ട് ആ ചിന്ത മതിയായില്ല, അവർക്ക് ആ ചിന്ത മതിയായില്ല. വീണ്ടും ചിന്തിച്ചുണ്ടാക്കി അള്ളാഹുവിനെ കുറിച്ചും ഖുർആന്റെ ആയത്തുകളുടെയും മൻതിഖുകളുടെയും വചനശാസ്ത്രത്തിലൂടെയും പുതിയ പുതിയ തത്വങ്ങൾ മെനഞ്ഞുണ്ടാക്കി. ഫൽസഫക്കാരും ഇൽമുൽ കലാമും അള്ളാഹുവിനെ പറ്റി പറഞ്ഞ എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്നുണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു വജ്രത്തിന്റെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ വേറെ ചിലർ പ്രകാശത്തിന്റെ രൂപവും പ്രകാശത്തിന്റെ ഒരു കിരീടവും പ്രകാശത്തിന്റെ ഒരു സിംഹാസനത്തിലാണ്. ചില ആളുകൾ അള്ളാഹിന്റെ വലുപ്പം എത്രയാണ്, ഇതൊക്കെ നഊദു ബില്ലാഹ് അങ്ങനെയൊക്കെ ഇൽമുൽ കലാമിന്റെ ആളുകൾ എഴുതിയത് കാണാം. കാരണം അവർക്ക് ചിന്തിച്ചിട്ട് ചിന്ത മതിയാവണില്ല. ചിന്തേന്റെ പരിധി എവിടെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഹദീസും നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അവിടെ നിർത്തണം. അതിന്റെ അപ്പുറത്തേക്ക് എന്തുണ്ടാവാൻ പാടില്ല? ചിന്ത ഉണ്ടാവാൻ പാടില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരാണ് എന്നുള്ള ചിന്ത വരെ നമുക്ക് എത്താം. അതാണ് ഏറ്റവും ഉന്നതമായ ചിന്ത. അതിനുശേഷം പിന്നെ അതെങ്ങനെ അങ്ങനെയാവുക, അതെങ്ങനെ ഇങ്ങനെയാവുക, അവിടെ ഒരു മറുപടികൾ എന്താണ്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ തഫക്കുറിനും തദബ്ബുറിനും ഒരു പരിധിയുണ്ട്. അതെവിടെയാണ്? സ്വഹാബാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീന് പഠിച്ച സ്വഹാബാക്കൾ എവിടെയാണോ പരിധിയിൽ നിന്നത് അവിടെ നിൽക്കുക. അതാണ് ഈ ഒരു ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം. അപ്പോ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചിന്ത ഉണ്ടായാലും ഉണ്ടാവും, ചിന്തിച്ചിട്ട് ആകാശത്തെ കുറിച്ച് സൃഷ്ടിച്ചു, ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോൾ അള്ളാഹിനെ പല സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അറിവില്ലാത്ത ആളുകൾക്ക് പലപ്പോഴും നമുക്ക് തന്നെ വരുന്നൊരു കാര്യമാണ്. സ്വഹാബാക്കൾ തന്നെ വന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞിട്ടുണ്ട്, പുറത്തു പറയാൻ പേടിക്കുന്ന ചിന്തകൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് ഈമാന്റെ ലക്ഷണമാണ്, പക്ഷെ ആ പരിധിയിൽ നിൽക്കുക എന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആമൻതു ബില്ലാഹി വബിറസൂലിഹി എന്ന് പറയട്ടെ. ഇന്നു കാലത്ത് ഒരുപാട് ശുബ്ഹത്തുകൾ ഈ മേഖലയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ എല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളും ജീവിതത്തിൽ പറയേണ്ടത് ആമൻതു ബില്ലാഹി വറസൂലി. മറ്റു ചില റിവായത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക, എന്നിട്ട് ഈ വാക്ക് പറയുക ആമൻതു ബില്ലാഹി വറസൂലി, അല്ലാഹുവിനും റസൂലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആ ചിന്തക്ക് ഒരു പരിധിയുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിക്കണം. ആകാശങ്ങൾ സൃഷ്ടിപ്പ് എല്ലാം ചിന്തിച്ച് അള്ളാഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ഇപ്പൊ അള്ളാഹ് അങ്ങനെ ആക്കുക, അള്ളാഹ് എങ്ങനെ ഇപ്പൊ ഇതാക്കുക, അള്ളാഹ് ഇപ്പൊ ഖദർ എങ്ങനെ അള്ളാഹ് രേഖപ്പെടുത്തുക, അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ഇതാണുള്ളത്? ഒരു കാര്യമില്ല ചിന്തയിൽ. അതിനു മുമ്പുള്ള ചിന്തയാണ്. ചിന്തയ്ക്ക് ആ പരിധിയിൽ നിർത്തുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.